ഇന്നത്തേത് ഒരു വർക്കിംഗ് ഡേ മോർണിംഗ് ആണ്. ഈ ഒരു ഷോർട്സിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് ആദ്യം ചെയ്യുന്ന കാര്യം ചായ കുടിക്കുക, ചായ വെച്ച് കുടിക്കുക എന്നുള്ള കാര്യമാണ് കേട്ടോ. അത് കുടിച്ച ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പവും വെജ് സ്റ്റൂ ആണ്. വെജ് സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാനുള്ള തേങ്ങ ചിരവാണ് ചെയ്യുന്നത് കേട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു കണ്ടെയ്നറിൽ കുറച്ച് തേങ്ങ മാറ്റി വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിലാണല്ലോ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം വാങ്ങിയെന്ന് പറഞ്ഞില്ലേ ഞാൻ ബ്ലിങ്കിട്ടെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ ഒരു തേങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മുകളിൽ, അതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് ആദ്യം തന്നെ മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവം എന്ന് അറിയാം, ഞാൻ മൊത്തത്തിൽ തേങ്ങാപ്പാൽ എടുക്കും. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടി വീണ്ടും ചിരവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈയോടുക്കനെ തന്നെ വേഗം എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ നന്നായിട്ട് നിന്ന് ചിരവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ അധികം ഉണ്ടാക്കി വെക്കുന്നതാണെങ്കിൽ നല്ലതാണ്. പക്ഷെ എനിക്കങ്ങനെ നേരത്തെ ചിരവി വെച്ച് തേങ്ങ എടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോഴപ്പോഴപ്പോഴും വേണ്ട സാധനങ്ങൾക്കുള്ള തേങ്ങ ചിരവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരവി തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തേങ്ങ ചിരണതോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെജ് സ്റ്റൂ ഉണ്ടാക്കി അത് സെറ്റ് ചെയ്ത ശേഷം പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം പാക്കറ്റ് അങ്ങ് പൊട്ടിച്ച് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ഉണ്ടാക്കി. ഇത് പിന്നെ പെട്ടെന്നാവുമല്ലോ, അതായത് നമ്മൾ വെള്ളം എടുക്കുക, ഉപ്പിടുക, അതൊന്ന് തിളയ്ക്കുമ്പോൾ ഇത് അതിലേക്ക് ഇടുക, രണ്ട് തിരിച്ച് മറിച്ചിടുക, കഴിഞ്ഞു. ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് പിന്നെ നമ്മുടെ കാസ്ട്രോളിലോ ഏതിലാണെന്ന് വെച്ചാൽ മാറ്റുമ്പോൾ കുറച്ച് തേങ്ങ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേഷൻ പോലെ ചെയ്ത് കൊടുക്കുക. ഡെക്കറേഷൻ അല്ല കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. സത്യത്തിൽ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് രാവിലെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് മെയിനായിട്ട്. കാരണം ലഞ്ച് മോനും ഏട്ടനും, മോന് ഡേ കെയറിലും ഏട്ടനും ഓഫീസിൽ നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കണ്ട. പിന്നെ എൻ്റെ ലഞ്ച് കഴിപ്പൊക്കെ ഇപ്പോൾ കണക്കാണ്. കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ചിട്ടായിരിക്കും ഉച്ചക്കത്തെ ലഞ്ച് തട്ടിക്കൂട്ടണത്. അപ്പോൾ മോനൊക്കെ ഞാൻ പറഞ്ഞു വിട്ട ശേഷം കുറച്ച് സാധനങ്ങൾ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഐസ്ക്രീം വാങ്ങി. അവന് സുഖമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനില്ലാത്ത സമയത്ത് വാങ്ങിയതാണ്. എന്നത്തെയും പോലെ ബ്ലിങ്കിറ്റ് എത്തിയിട്ടുണ്ട്, നമ്മുടെ പാല് വന്നിട്ടുണ്ട്, മേരിഗോൾഡ് ഫ്ലവർ വന്നിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടല്ലോ ഇത്തവണ നല്ല കുഞ്ഞു സൈസുമാണ്, ഒത്തിരി ഉണ്ട്. കഴിഞ്ഞ തവണയ്ക്ക് നമ്മൾക്ക് കിട്ടിയ വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ കുഞ്ഞാണ്. ഇതാകുമ്പോൾ എനിക്ക് കുഞ്ഞു വിളക്കാണല്ലോ, അപ്പോൾ വിളക്കിന് കണക്കാണ്. മറ്റേതെന്ന് വെച്ചാൽ വലിയ പൂവാകുമ്പോൾ വിളക്ക് ചെറുതും പൂക്കൾ വലുതും ആയിട്ടുണ്ടാവും. പിന്നെ റെമ്പൂട്ടാൻ വാങ്ങി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ടല്ലോ മോന് ഡേറ്റ് സിറപ്പ് വാങ്ങിയിട്ടുണ്ട്. അവൻ ചെറിയ കുട്ടിയായപ്പോൾ 1.5-2 വയസ്സിലൊക്കെ ഞാൻ കൊടുത്തപ്പോൾ അവൻ അങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം എങ്ങാനും കുടിച്ചാലോ എന്ന് വെച്ചിട്ട് വാങ്ങിയാണ്. പിന്നെ പിസ്തയുടെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങി. പിന്നെ ബിസ്ക്കറ്റ് വാങ്ങി. ഇത് അവന് കൊടുക്കത്തില്ല, കാരണം ഇപ്പോൾ തീരെ വയ്യല്ലോ, അപ്പോൾ പിന്നെ കൊടുക്കില്ല. പിന്നെ കേട് വാങ്ങി. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 9:30 ആകുമ്പോൾ ലോഗിൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ അർബനിൽ ഇൻസ്റ്റൻറ്റ് ഹെൽപ്പിൽ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വന്നിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് അത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ഫുൾ വീഡിയോ ഒന്ന് കണ്ടോ.